ഒരുപാട് ആളുകൾ വ്യവസായം സ്ഥാപിച്ച് ഉണ്ടാക്കി ബുദ്ധിമുട്ടി വീടും ഉള്ള സ്വത്തുമൊക്കെ കടപ്പെടുത്തിയിട്ട് വ്യവസായം സ്ഥാപിച്ചിട്ട് അതങ്ങനെ തന്നെ നിന്നുപോയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്ത് സമരമാണെങ്കിലും നമ്മൾ അറിയും. കേരളത്തിൽ നടക്കുന്ന ഒരു സമരം പോലും പബ്ലിക് അറിയാതെ പോകുന്നില്ല. ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. കുറച്ചെങ്കിലും നമുക്കൊന്ന് റിയാക്ടിവിറ്റി ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു മാറ്റമായിരിക്കും കേരളത്തിൽ. കേരളത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ഐഡിയാസ് പ്രചരിപ്പിക്കലാണ് നമ്മുടെ ഏറ്റവും ഒരു മാരകമായ ഒരു പ്രശ്നം. അത് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. 100 കോടി രൂപ മുടക്കിയിട്ട് റിസ്ക് ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടും ആത്മധൈര്യത്തോടുകൂടി വളരെ കോൺഫിഡൻസോടുകൂടി 100 കോടി രൂപ മുടക്കി. അന്ന് അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്റർ നയനാർ സാറിൻ്റെ ഒക്കെ വളരെ സപ്പോർട്ടുണ്ടായിരുന്നു. വാറങ്കലിൽ ഒരു ഫാക്ടറി MD കൊലപ്പെടുത്തിയിട്ട് പോലും നമ്മളിവിടെ ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. അത് ഗവൺമെൻറ് ഒന്നും കൂടെ ഇടപെട്ട് അതിൽ കാര്യമായി ഇടപെട്ട് അത്തരം കാര്യങ്ങൾ നിർത്തണം. എങ്കിലേ കേരളം നന്നാവുള്ളൂ. ജെറ്റ് എയർലൈൻസ് വാടക കൊടുക്കുന്ന കമ്പനിയുടെ ഓണർ വരെ ഞങ്ങളുടെ മെമ്പറാണ്. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറി സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒമേഗ ഗ്രൂപ്പിന്റെ ചെയർമാനും അതുപോലെ തന്നെ അതിന്റെ മാനേജിംഗ് ഡയറക്ടറും കൂടി ആയിട്ടുള്ള ഡോക്ടർ ഷറഫുദ്ദീൻ സാറാണ്. സാർ ഒരുപാട് സ്സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും ഒമേഗ ഗ്രൂപ്പ് എന്ന് മാത്രമല്ല നമ്മൾ പറയേണ്ടത്, ഇൻമെക്കിന്റെ ഫൗണ്ടറും ചെയർമാനും കൂടിയാണ് അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ ആദ്യം നമുക്ക് ഒമേഗയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 41 വർഷത്തെ ഒരു കരിയറാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. എങ്ങനെയാണ് ആ ഒരു മേഖലയിലോട്ട്? കാരണം ഒമേഗ ഒരു മേഖലയല്ല, ഒരുപാട് മേഖലകളെ സംയോജിപ്പിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്. ഒമേഗ ഗ്രൂപ്പിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1983 ഒമേഗ ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ് ഏജൻസി എന്ന ഒരു സംരംഭം തുടങ്ങുന്നത്. അന്ന് എനിക്ക് ഈ ട്രാവൽ മേഖലയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും എൻ്റെ 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഒരാൾ പോളണ്ട് എയർലൈൻസിൻ്റെ മാനേജറായിരുന്നു, ദുബായിൽ വർക്ക് ചെയ്യുന്നു. മറ്റൊരാൾ ഒമാനിലും. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ പാർട്ട്ണർഷിപ്പിൽ ഈ ബിസിനസ് തുടങ്ങുന്നത്. ഒമേഗ ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ് ഏജൻസി ഒരു അയാട്ട ഏജൻസിയായി. അതിനുശേഷം ഞങ്ങൾ ഗൾഫാർ ഡോക്ടർ മുഹമ്മദ് അലി ആയിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം തന്നെ നിർബന്ധിച്ചിട്ടാണ് അതിൽ റിക്രൂട്ട്മെൻറ്റ് കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് കൂടെ എടുത്തു. ആ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് എടുത്തതിന് ശേഷം ഗൾഫാറിൻ്റെ വർക്ക് മാത്രമല്ല, അതുപോലെ ഗൾഫാർ പോലുള്ള വലിയ കമ്പനികളുടെ വർക്കുകളൊക്കെ നമ്മൾ അന്വേഷിച്ച് വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വളരെ ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ട്, ക്വാളിറ്റി നിർബന്ധമായിട്ടും ക്വാളിറ്റി വേണമെന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് പല കമ്പനിയാണ്, ദുബായ് ഡ്രൈഡോക്സ്, അല്ലെങ്കിൽ അതുപോലെ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്റർ, ചില ഹോട്ടൽ ഗ്രൂപ്പ്സ്, ഇതെല്ലാം നമ്മുടെ അടുത്ത് റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ ആ റിക്രൂട്ട്മെൻറ്റിൽ ഞങ്ങൾ ഏകദേശം ഇന്ത്യയിൽ തന്നെ വളരെ നല്ല ഉന്നത സ്ഥാനത്ത് തന്നെ വന്നിരുന്നു. ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ, ഒരുപാട് അതിലുള്ള ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് പേർക്ക് ജോലി നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് പേര് ജോലിക്ക് ചേർന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ എന്നെ വന്ന് കാണാറുണ്ടായിരുന്നു. അവരുടെ ആ ഒരു പ്രോഗ്രസ് എന്നെ അറിയിക്കുക എന്നുള്ള അവർക്ക് കൂടെ അഭിമാനകരമായ, അതിനേക്കാളേറെ നമുക്ക് അഭിമാനകരമായ ഒരു വിഷയമാണത്. അങ്ങനെയാണ് ഒമേഗ ട്രാവൽസ്, അയട്ട ഏജൻസി, റിക്രൂട്ടിംഗ് പ്രോസസ്സ് ഇതെല്ലാം വെച്ച് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ പല ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങിയ ആ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവരും ജോലി ഒരുപാട് ആവശ്യമുള്ളൊരു സമയം, എസ്പെഷ്യലി ഗൾഫിലേക്ക് പോകാന്ന് പറയുന്നത് അന്നൊരു ട്രെൻഡും കൂടിയായിരുന്നു. അവിടെ വിശ്വസ്തത കൊടുക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം, കാരണം നമ്മളിപ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് ഗഫൂർക്കന്മാരുണ്ടാവും നമ്മളെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊതിപ്പിക്കുന്ന ആളുകൾ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഒരു ക്വാളിറ്റിയെ നമ്മൾ എങ്ങനെയാണ് അഷുറൻസ് കൊടുക്കുന്നത്? അതിലായിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഗൾഫാർ P മുഹമ്മദ് അലിയാണ്. ഈ രംഗത്ത് പ്രത്യേകിച്ചും അദ്ദേഹം വിശ്വാസ്യതയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഒരു ആത്മാർത്ഥത പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. ഒരിക്കലും ആ ട്രസ്റ്റാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആവേശവും ഒരു USPയും. അത് വിട്ടിട്ട് ഒരു കാര്യം ചെയ്യരുതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ, ചെയ്യുന്ന ജോലികളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് രണ്ടാമത്തതാണ്. ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോട് ചെയ്താൽ, വിശ്വാസ്യതയോട് ചെയ്താൽ അത് തീർച്ചയായിട്ടും ഉയരത്തിലേക്ക് തന്നെ വരും. ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ കുറേ മാർഗങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ചെറിയ തട്ടിപ്പ് കമ്പനികളുമായിട്ടുള്ള വർക്കുകളൊന്നും ഏറ്റെടുക്കാതിരിക്കുക. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിക്കണം. ഒരുപാട് ടെംപ്റ്റേഷൻ വരും. കാരണം ഇത് ഈ നേരത്തെ സൂചിപ്പിച്ചുള്ള ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒത്തിരി ടെംപ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ തട്ടിപ്പിലേക്ക് വീഴുന്നത്. മലയാളിൽ പ്രത്യേക സ്വഭാവം, നമ്മൾ തട്ടിപ്പിന് ഇരയാവാനായിട്ട് വളരെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളുകളാണ് മലയാളികൾ. പെട്ടെന്ന് വിശ്വസിച്ച് പോകും, പെട്ടെന്ന് പൈസ കൊടുത്തു പോകും. പക്ഷെ ഇതെല്ലാം ഉള്ളൊരു സന്ദർഭത്തിൽ നമുക്ക് അതിനെയൊക്കെ അതിജീവിച്ച് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് ടെംപ്റ്റേഷൻസ് വരും. പക്ഷേ നമുക്ക് നമ്മളുടെ ആ ഒരു വിശ്വാസ്യത നിലനിർത്തണം എന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു വശത്തും നമ്മൾ തോൽക്കൂല.
കാരണം നമ്മൾക്ക് അടുത്ത് വരുന്ന ക്ലയൻസും അതുപോലെ ആയിരിക്കും, നമ്മളെ വിശ്വസിച്ച് വരുന്ന കാൻഡിഡേറ്റ്സും അത് തന്നെ ആയിരിക്കും. സാധാരണ പറയുന്ന പോലെ നമ്മൾ ക്ലയൻറ്റ് മാത്രമല്ല, ഞങ്ങളുടെ ഈ കസ്റ്റമേഴ്സ് കാൻഡിഡേറ്റ്സ് കൂടിയാണ് റിക്രൂട്ട്മെൻറ്റ് രംഗത്ത്. അവരുടെ കൂടെ എല്ലാ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റുന്നുണ്ട്. അതും ന്യായമായ ഒരു സർവീസ് ചാർജ് വാങ്ങിയിട്ട്. ഞങ്ങൾ ഒരിക്കലും കമ്പനി പറയുന്നതിനേക്കാൾ കൂടുതൽ സർവീസ് ചാർജ് വാങ്ങിയിട്ടുള്ള ഒരു ബിസിനസ്സിന് നിന്നിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. കമ്പനി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡ്രൈഡോക്സ് ആണെങ്കിലും ഗൾഫാറാണെങ്കിലും ഒക്കെ അവർക്ക് ഒരു ക്ലിപ്തതയുണ്ട്, ഇത്രേ ഒരു കാൻഡിഡേറ്റിനടുത്ത് സർവീസ് ചാർജ് വാങ്ങാവൂ എന്നത്. അത് കഴിച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഒരു സർവീസ് ചാർജ് ഞങ്ങളും വാങ്ങൂല. അതിന് അവരുടെ ചെക്കുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 വർഷം കഴിഞ്ഞാണെങ്കിൽ പോലും അവർ കാൻഡിഡേറ്റ്സിനെ വിളിച്ച് ചോദിക്കും. കാരണം അവരുടെ ജോലി സ്ഥിരമായി എന്ന് പറഞ്ഞാൽ പിന്നെ കാൻഡിഡേറ്റ്സിന് തുറന്ന് പറയാമല്ലോ. അപ്പോൾ ആ ഒരു ടെക്നിക്ക് പോലും അവർ ഉപയോഗിക്കുന്ന കമ്പനികളുണ്ട് അതൊക്കെ. അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്കൊരു ബാഡ് നെയിം വന്നിട്ടില്ല സോ ഫാർ. അതുകൊണ്ട് തന്നെ വളരെ വിജയകരമായി ആ ഒരു ബിസിനസ് നടത്തുന്നു. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന നമ്മളുടെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനിയുടെ വിശ്വസ്തത നമ്മൾ നോക്കണം. അവർ ഈ പറയുന്നത് പോലെ പ്രോപ്പർ സാലറി ആണോ അല്ലെങ്കിൽ പ്രോപ്പർ രീതിയിൽ നടക്കുന്ന ഒരു കമ്പനിയാണോ നോക്കണം. ഒപ്പം തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയും കൂടെ കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും രണ്ട് സൈഡും നമ്മൾ ഒരേപോലെ ക്വാളിറ്റി അഷുറൻസ്. അതിൽ 2 കാര്യമുണ്ട് ഇതിൽ. ഒന്നാമത് ഈ റിക്രൂട്ട്മെന്റിന്റെ കാര്യം കുറച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ക്വാളിറ്റി, ആ പറഞ്ഞ ക്വാളിറ്റി ആണെങ്കിൽ ഏറ്റവും വലിയ കാര്യം. ഒരു കാൻഡിഡേറ്റിന് നമുക്കൊരു ജോബ് ഡിസ്കഷൻ എന്ന് പറയും, അത് എഴുതി തരുന്ന കാര്യങ്ങൾ അനുസരിച്ചുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. യോഗ്യത ഇല്ലാതെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, നമ്മൾ അധികം സർവീസ് ചാർജ് ചോദിക്കുമ്പോൾ പലപ്പോഴും ഇത് അവർക്ക് യോഗ്യതയല്ല, പണമായിരിക്കും അവരുടെ കയ്യിലുള്ളത്. പല ഏജൻസിയും ആ രണ്ടാമത്തെ കാര്യത്തിന് വഴങ്ങിയാണ് ഈ യോഗ്യത കുറവുള്ള ആളുകളെ കയറ്റി വിടുന്നത്. അവിടെ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ വിജയം നമുക്ക് തന്നെയാണ്. അപ്പോൾ കമ്പനികൾക്ക് നമ്മളെ കുറിച്ച് ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. ഫസ്റ്റ് ഇന്റർവ്യൂ ഓൾറെഡി നിങ്ങൾ നടത്തും. തീർച്ചയായിട്ടും ഒരു സ്ക്രീൻ അവർ ഇത് ചെയ്യും. ഈ JD അനുസരിച്ചുള്ള സ്ക്രീനിങ് കഴിയും. അതനുസരിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവരുടെ വീട്ടുകാരുടെ സമ്മതം പോലും അറിഞ്ഞതിന് ശേഷമാണ്. അത് വീട്ടിൽ സമ്മതിക്കണം. കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് വിസ വരുമ്പോൾ ഒരു പോരാൻ തയ്യാറാവില്ല. അതിന് ഞങ്ങൾക്ക് കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് അല്ലാതെ പ്രോസസ് ചെക്ക് ലിസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു കാൻഡിഡേറ്റിന്റെ CV നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ അവർക്ക്. ഇപ്പം റിക്രൂട്ട്മെന്റ് മാത്രമല്ല, നമുക്ക് ഓൺലൈൻ സർവീസസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ ഡിഫറെന്റ് ടൈപ്പുകളാണ്. ഓൺലൈൻ സർവീസസിൽ ഞങ്ങൾ തുടങ്ങിയ ഒരു പോർട്ടലാണ് jobsomega.com എന്നുള്ളത്. ഈ സാധാരണ ഇതിൽ ഒരു 10-25 വർഷം മുമ്പ് ഈ .com ഒരു റെവല്യൂഷൻ വന്ന സമയത്ത് 100 കണക്കിന് ജോബ് പോർട്ടലുകൾ തുടങ്ങിയിരുന്നു. ബോംബെയിലൊക്കെ നമ്മൾ പോകുമ്പോൾ വലിയ ഹോർഡിങ്സ് കാണാം ജോബ് പോർട്ടൽസിൻ്റെ. പക്ഷേ അന്ന് കണ്ട പേരുകളൊന്നും ഇന്ന് നിലവിലില്ല. ജോബ്സൊമേഗ ഭാഗ്യവശാൽ ഇന്നും നിലനിൽക്കുന്നു. ജോബ്സൊമേഗ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം, ഗ്ലോബൽ പ്ലേസ്മെൻറ്റ് നെറ്റ്വർക്കായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ്. ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് അത് കൊണ്ടുപോകണം. അടുത്ത വർഷം മിക്കവാറും ഞങ്ങൾ ഗ്ലോബൽ പ്ലാറ്റ്ഫോം, ഞങ്ങൾക്കിപ്പോൾ കാനഡ, സ്വീഡൻ അല്ലെങ്കിൽ സൗദി അറേബ്യ പലയിടത്തും ആളുകൾ അതിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ എല്ലാം കൺസൾട്ടൻസിനെയും അവിടെ എല്ലാം നമ്മളൊരു ഹബ്ബും ആക്കിയിട്ട് ഇതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് വിത്ത് ട്രാൻസ്ലേഷൻ, അറബിക് ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ലോക്കൽ ട്രാൻസ്ലേഷനോ ഉള്ള പ്രൊവിഷനോട് കൂടി ഇത് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഒരു ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് തിങ് ഫോർ അസ് ആസ് വി കുഡ് കണ്ടിന്യൂ ദിസ് ഫോർ ദ ലാസ്റ്റ് 25 years. അതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഒരു ബിസിനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അത്രയും സക്സസ്ഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ പോലും നമ്മൾ സംസാരിച്ചത് നെക്സ്റ്റ് ഒരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. സോ അപ്പം അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം നമുക്ക് ഓൾറെഡി വേറെയും ഒരുപാട് സർവീസസ് ഇതിനോട് ട്രാവൽസ് വരുന്നുണ്ട്. എല്ലാം ഈ ഫീൽഡിൽ നിന്നൊക്കെ പറ്റി ഞങ്ങൾ ബിയർ ഇൻ ടു ഡിസ്ട്രിബ്യൂഷൻ. ഞങ്ങൾ ഷെൽ ഓയിൽ കമ്പനിയുടെ കേരള സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. പിന്നെ ഓസ്കോൺ HR സർവീസ് എന്നുള്ള കമ്പനി ഉണ്ട്. അതിൽ മിക്കവാറും എല്ലാ HR ആക്ടിവിറ്റീസും ലൈക്ക് പേറോൾ മാനേജ്മെന്റ്, കോൺട്രാക്ട് സ്റ്റാഫിംഗ് തുടങ്ങിയ മിക്കവാറും എല്ലാ HR ആക്ടിവിറ്റീസും അതിൽ വരുന്നുണ്ട്. ഒരേ സമയം എങ്ങനെയാണ് ഇത്രയും ബിസിനസ്സുകളെ ഹാൻഡിൽ ചെയ്യുന്നത്? ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഞാനൊരാൾ ഇതിൽ ഒരു ചെറിയൊരു പോർഷനേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെല്ലാം പറ്റിയ ഗ്രൂപ്പുകളുണ്ട്. എൻ്റെ ഒരു മകൻ ഇതിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതിൽ എടുത്തു പറയേണ്ടത്, നമ്മൾ ഓൾറെഡി ട്രാവൽസിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് ട്രാവൽസിൽ എനിക്ക് ഈ 2015 NDTV അവാർഡ് ഉണ്ടായിരുന്നു, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ട്രാവൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട്. ഐ വാസ് വൺ ഓഫ് ദ വിന്നർ ഫോർ ദാറ്റ്. അത് നാച്ചുറലി നമ്മൾ ഒരു ഇന്ത്യ ആകമാനം അറിയപ്പെടുന്നൊരു സിറ്റുവേഷനിൽ വരുമ്പോഴാണ് അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, തായ് എന്നൊരു സംഘടനയുണ്ട്. 1951 ഫോം ചെയ്തതാണ്. എല്ലാ അയാട്ട ലൈസൻസ് ഉള്ള എല്ലാ ട്രാവൽ ഏജൻസിൻ്റെയും സംഘടനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് ട്രാവൽ ഏജൻസി രംഗത്ത്. ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ സംഘടനയാണ്. അതിൽ ഏകദേശം കേരളത്തിൽ ഒരു സ്ട്രോങ് ചാപ്റ്റർ ഉണ്ട്, വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ ഭാഗ്യവശാൽ ഞാനൊരാളാണ് ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റിയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട
എലക്ഷൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് വരിക എന്നുള്ളത്. ഇത് അതിനുശേഷം ആരെങ്കിലും കേരളത്തിൽ അതിനുശേഷം ആരും കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. കേരളത്തിൽ ഞാൻ ഒരേ ഒരാളാണ് ഇതേവരെ ഇന്ന് വരെ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി. കാരണം എല്ലാ വർഷവും ആരെങ്കിലുമായിട്ട് കണ്ടസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാ വർഷവും അതുപോലെ തന്നെ നമ്മൾ തിരസ്കരിക്കപ്പെടാറുണ്ട്. കേരളത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഞാൻ അത് നേരത്തെ ഇത് ട്രാവൽ ഏജൻസി ഇത് ചാപ്റ്ററിൻ്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ നാച്ചുറലി നമുക്ക് അവിടെ ഒരു റോളുണ്ട് എല്ലാ മാനേജിംഗ് കമ്മിറ്റി മീറ്റിങ്ങിലും പങ്കെടുക്കാനുള്ള. അപ്പോൾ അങ്ങനെ അവരോടുള്ള പരിചയവും ഒരുപക്ഷെ അവരെന്നിൽ കണ്ടിരിക്കുന്ന വേറൊരു തിളക്കോ അല്ലെങ്കിൽ ഒരു യോഗ്യത എന്താണെന്ന് എനിക്കറിയില്ല, അവരെന്നെ റെക്കമെൻഡ് ചെയ്തു. കാരണം അപ്പോഴും ഞാൻ പറഞ്ഞത്, കാരണം ഇത് ഞങ്ങൾ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്, എല്ലാ വർഷവും തോക്കാറുണ്ട്, പിന്നെ എന്തിനാ എന്നെ ഈ പ്രാവശ്യം നിങ്ങളതിലേക്ക് പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇഫ് യു ആർ കണ്ടസ്റ്റിംഗ് ഓക്കെ വി വിൽ സീ ദാറ്റ് ഓക്കെ യു വിൻ. അങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് ഡൽഹിയിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഡൽഹി ഗ്രൂപ്പിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷം മാനേജിംഗ് കമ്മിറ്റി മെമ്പറായി. അതിനുശേഷം വീണ്ടും അവർക്ക് അപ്പോഴാണ് ഞങ്ങൾ ഈ HR ആക്ടിവിറ്റീസിൽ, അതായത് ഇതിൻ്റെ ഈ ട്രെയിനിങ് സ്റ്റാഫ് ട്രെയിനിങ് ഡിവിഷൻ്റെ ചാർജായിരുന്നു എനിക്ക്. ഇത് ഓരോ പോർട്ട്ഫോളിയോ ആണ് മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ മന്ത്രിമാരുടെ പോലെ ഓരോ വകുപ്പുകൾ തരും. അപ്പോൾ സ്റ്റാഫ് ട്രെയിനിങ് എനിക്കായിരുന്നു. ഞാനന്ന് ദുബായ് ട്രാവൽ ഷോയിൽ നിന്ന് ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫിന് ഇതിന് അയാട്ട ബേസ്ഡ്, അതായത് ടിക്കറ്റിംഗ് ബേസ്ഡിലുള്ള ട്രെയിനിങ് കൊടുക്കാൻ ആരുമില്ല. ട്രെയിൻഡ് അല്ല, ജസ്റ്റ് കോളേജിൽ നിന്ന് പാസ്സായിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇത് പഠിച്ചെടുക്കണമെങ്കിൽ 2 വർഷമെങ്കിലും വീണ്ടും അവരൊരു സ്റ്റാഫായി കയറിയതിന് ശേഷം എടുക്കും. അപ്പോൾ ആ ഒരു സമയം ഇവർ കമ്പനിക്കും വേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ട്രെയിനിങ് അന്വേഷിച്ച് നടക്കുന്ന ഒരു സെമിനാറിലാണ് ഞാൻ അന്ന് പങ്കെടുത്തത്. ഞാൻ രണ്ടാമത് ചെന്നപ്പോൾ ഇതിൻ്റെ അവിടുത്തെ ട്രാവലേഴ്സ് അസോസിയേഷൻ്റെ ഒരു ചെയർമാൻ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, എനിക്ക് പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി സംസാരിച്ചു, എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടിയോ? അപ്പോൾ അവർ പറഞ്ഞ് കിട്ടി, ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ത്യയിലെ ട്രെയിനിങ്ങിനെ കുറിച്ച് എൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ അവസാനം സമ്മതിച്ചു. അവർ കൊട്ടേഷനൊക്കെ തന്നു, ഞങ്ങളെ മാനേജിംഗ് കമ്മിറ്റിയിൽ പ്രസൻറ്റ് ചെയ്തു, അവരും സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ആ 2 വർഷം എൻറ്റയർ ഇന്ത്യ ഫ്രം കാശ്മീർ ടു കേരള, ഫ്രം മുംബൈ ടു കൽക്കട്ട എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ ട്രെയിനിങ് ഓർഗനൈസ് ചെയ്തു. ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. ഈ ട്രെയിനിങ് രംഗത്തെ ഏറ്റവും കൂടുതലായിട്ട് നടന്നിട്ടുള്ള ഒരു ട്രെയിനിങ് ഒരു ആക്ടിവിറ്റി അത് തന്നെയാണെന്ന് പറയാം. മാസ് ട്രെയിനിങ് ആയിരുന്നു. നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മാസ് ട്രെയിനിങ് ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു ലീഡറെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എന്താണോ നമ്മുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവിടെ ആവശ്യം എന്താണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏത് സക്സസിന്റെ പിന്നിലുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ വളരെയധികം അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു. അത് കൂടുതലും ട്രെയിനിങ് മിക്കവാറും എല്ലാ സ്റ്റാഫും പലയിടത്തും വെൽ ട്രെയിൻഡ് ആയിരുന്നു. ഈ ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലില്ല. ഇത് മലേഷ്യ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഹോസ്പിറ്റാലിറ്റി ചെയറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സംരംഭമാണ്. അല്ല, നമുക്കിപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നടപ്പിലാക്കണമെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റേറ്റിനെ മാത്രം സെലക്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഇത് ടോട്ടൽ ഇന്ത്യ, ബിക്കോസ് വി ആർ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ. ഞാനിപ്പോൾ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടും നാഷണൽ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ടും അത് ഓൾ ഇന്ത്യ എൻ്റയർ ഇന്ത്യയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാഷണൽ യൂണിവേഴ്സിറ്റി അന്ന് തന്നെ എന്നെ അവിടെ എൻറോൾ ചെയ്തു. ഈ ട്രെയിനിങ് ഹെഡായിട്ട് അവരും എടുത്തു. അപ്പോൾ അവരതിൻ്റെ ആക്ടിവിറ്റി ഓരോ പീരിയോഡിസിറ്റി റിപ്പോർട്ടും നമ്മൾ കൊടുക്കണം. ഇതെല്ലാം അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ആക്ടിവിറ്റി അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നാഷണൽ വൈസ് പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തത്. വൈസ് പ്രസിഡൻ്റായി സെലക്ട് ചെയ്ത് പിന്നെ പ്രസിഡന്റ് പദത്തിലേക്ക് ഞാൻ പോയില്ല. കാരണം അത് ഒരുപാട് ടൈം കൺസ്യൂമിങ്. അത് മാത്രമല്ല കേരളത്തിൽ നിന്നുകൊണ്ട് അത് ഭരിക്കാനുള്ള സംവിധാനമില്ല. ഐദർ ഐ ഹാവ് ടു ബി ഇൻ മുംബൈ ഓർ ഡൽഹി. ഈ 2 ചോയ്സേ ഉള്ളൂ. അല്ല, എന്നാലും ഒരു മലയാളി വന്ന് ഇത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അടുത്തൊരു മലയാളി വേണമെന്ന് അവർക്ക് തോന്നിയില്ലേ? തീർച്ചയായിട്ടും വലിയ അക്സെപ്റ്റൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പല മിനിസ്ട്രിയും അതുപോലെ തന്നെ പല ഡെലിഗേഷൻസിലും ഒക്കെ ഞാൻ പെട്ടിരുന്നു. ഞങ്ങൾ ഒരു എൻ്റയർ വേൾഡ് നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ മിക്കവാറും ടൂറിസം മിനിസ്ട്രി, ഇന്ത്യയിൽ നിന്ന് പോയ ആദ്യത്തെ ടൂറിസം ഡെലിഗേഷൻ ടു ചൈന, ഐ വാസ് വൺ അമംഗ് ദം. ആകെ 8 പേരുണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുമായിരുന്നു. അതിനുശേഷം ഈ നാഷണൽ യൂണിവേഴ്സിറ്റി ഇവർ കംപ്ലീറ്റ്, ഞാൻ ഇതിന് പുറത്ത് വന്നതിന് ശേഷം 2013 ആയിരുന്നു എൻ്റെ പൊസിഷൻ കഴിഞ്ഞത്. 2014 they invited me to Kuala Lumpur and they have honored me the doctorate. ഇതിന്റെ ബേസിൽ ഈ സർവീസിന്റെ ബേസിലും അതിന്റെ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിലുമാണ് ഡോക്ടറേറ്റ് തന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇൻമെക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, കാരണം ഒരു സിഗ്നേച്ചറാണ്
വിനോ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇൻമക്ക് സംതിങ് എന്നല്ല, എവറിഥിങ് സ്പെഷ്യൽ എന്ന് വേണം പറയാനായിട്ട്. സോ ഇൻമക്കിനെ കുറിച്ചിട്ട് ഇൻമക്ക് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് എ റിക്വയർമെൻറ്റ്, വാട്ട് ഈസ് എ നീഡ്, അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ നീഡ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുക. ഞാൻ പല ഓർഗനൈസേഷനിലും ഒരു ടോപ്പ് ലെവലിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്, കേരള ചേംബർ അടക്കം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ചേംബറിൻ്റെ പ്രസക്തി എന്താണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, ബാക്കി നമ്മളുടെ ഈ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മെമ്പേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, വാട്ട് ഈസ് ദെയർ നീഡ്, അതിൻ്റെ ബേസിലാണ് ഇങ്ങനൊരു ചേംബറിനെ കുറിച്ച് എൻ്റെ മനസ്സിലൊരു ആലോചന വന്നത് തന്നെ കൊറോണ പീരീഡിലാണ്. ആ കൊറോണ പീരീഡിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് മിക്കവാറും എൻ്റെ പുറത്തുള്ള കോൺടാക്ട്സ് ഒക്കെ ആയിട്ട് ഞാൻ ഓൺലൈൻ കോൺടാക്ട് ചെയ്തു. അതിൽ കുറേ 19 പേരായിട്ട് റെഗുലറായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പോസിബിലിറ്റി. കാരണം എനിക്ക് വേണ്ടത് നമ്മളിവിടെ ഈ ലോക്കൽ ചേംബർ അല്ല, എനിക്ക് വേണ്ടത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ മുഴുവൻ വ്യാപിക്കുന്ന ഒരു ചേംബറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചേംബർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ചേംബറുണ്ട്, അല്ലെങ്കിൽ മലബാർ ചേംബറുണ്ട്, ട്രിവാൻഡ്രം ചേംബറുണ്ട്, മുംബൈ ചേംബറുണ്ട്, ഡൽഹി ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ആ റീജിയനിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ആ റീജിയനിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പുറത്തേക്ക് അവർക്കൊരു അപ്രോച്ച് ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ചേംബറിന് എൻ്റെ കേരളത്തിലെ ഒരു മെമ്പർക്ക് ദുബായിലോ സൗദി അറേബ്യയിലോ ടർക്കിയിലോ ഈജിപ്തിലോ ഉള്ള ഒരു ബിസിനസ് ഫേമും ഒരു ഗ്രൂപ്പുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഓരോ ബിസിനസ്സുകാരുടെ ഉദ്ദേശം അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യാം, ഏത് പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ആലോചന എന്നാണ് ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കോമേഴ്സ് എന്നുള്ള ഇത്ര വളരെ വിപുലമായ നെറ്റ്വർക്കോട് കൂടിയ ഈ ഒരു ചേംബറിൻ്റെ ഫോർമേഷൻ ആലോചിച്ച് തന്നെ. അത് ഞങ്ങളുടെ ഡയറക്ടേഴ്സും, അതിലിപ്പോൾ സെക്രട്ടറി ജനറലാണ് ഡോക്ടർ സുരേഷ് കുമാർ, മുംബൈയിലാണ് അദ്ദേഹം. അതുപോലെ ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ദുബായിൽ UAE 2 പേരുണ്ട്, ഒമാനിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, കുവൈറ്റിലുണ്ട്, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട്. ഇപ്പോൾ ഡൽഹിയിലുണ്ട് ജഗ്ദീപ് സിംഗ് റിക്കി, ഈസ് എ സർദാർജി. അപ്പോൾ ഞങ്ങൾ ഡയറക്ടേഴ്സ് നോട്ട് ഓൺലി മലയാളീസ്, അപ്പോൾ ഇവരൊക്കെ കോപ്പറേറ്റ് ചെയ്തിട്ടും ഇവരൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടും ആണ് ഈ ഒരു ചേംബറിൻ്റെ ലോഞ്ച് വന്നത്. വി ഹാവ് ലോഞ്ച് ദ ചേംബർ ഇൻ 2022 മാർച്ച്. അത് ദുബായിലായിരുന്നു, ഒരു സെൻട്രൽ മിനിസ്റ്ററാണ് ലോഞ്ച് ചെയ്തത്. ഇപ്പം റീസെൻ്റ്ലി സെല്യൂട്ട് കേരള എന്നുള്ള ഒരു പ്രോഗ്രാമിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, 2 മിനിസ്റ്റേഴ്സും അതുപോലെ ഓപ്പോസിഷൻ ലീഡറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഒരുമിച്ച് ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇൻമക്ക് പോലത്തതിൻ്റെ ഒരു ആവശ്യകത കൂടെ അവരവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ്, കാരണം നമുക്കൊരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഗവൺമെൻറ് തന്നെ ഇതിനു വേണ്ടി മുൻപോട്ട് വരുന്നു, അത്തരം ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വരാൻ കാരണമുണ്ട്. കാരണം ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് പലതും ഗവൺമെൻറ്റിനെ കൂടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ഓരോരുത്തരുടെയും ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഓരോ ഗവൺമെൻറ്റിനും അതേ അവരുടെ സംസ്ഥാനത്ത് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം ഞങ്ങളും ഇതുപോലെ തന്നെയാണ്. സപ്പോസ് കേരളത്തിൻ്റെ ഹെഡ് ഓഫീസ്, കേരളത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഞാൻ പേഴ്സണലായിട്ട് ഏകദേശം ഒരു 5 സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ആവശ്യം അവരുടെ പ്രൊമോഷൻ, അവരുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി നമ്മളായിട്ട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പലർക്കും കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു വളരെ നേരത്തെ. ഇപ്പോഴും അത് കുറേ ആളുകൾ അത് അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതിനിടയ്ക്ക് ദുബായിൽ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. ഇവിടുത്തെ ഇൻഡസ്ട്രിയൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോയിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി, കേരളത്തിലെ ഇൻഡസ്ട്രിയൽ പോളിസി എന്താണെന്നുള്ളത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം 100 ഹൈ പ്രൊഫൈൽ ഇൻവെസ്റ്റേഴ്സ് അതിൽ പങ്കെടുത്തിരുന്നു. ഇവരെല്ലാം അവസാനത്തെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് കേരളമെങ്കിൽ വൈ കാൺ വി ഗോ ദെയർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, കേൾക്കുന്നവരുള്ള ആറ്റിറ്റ്യൂഡല്ല കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്നത്. ഒരുപാട് മൈൻഡ് സെറ്റ് മാറി. അതിൽ നിന്നാണ് ഞങ്ങൾ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ കേരളം ഇൻഡസ്ട്രിയലി എങ്ങനെയാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവരറിയണം. കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ എന്താണെന്നുള്ളത് അവരറിയണം. ഇവിടെ ഇൻഡസ്ട്രി നടത്തുന്ന ആളുകളായിട്ട് പരിചയപ്പെട്ടിട്ട് എന്താണെന്ന് അറിയണം. അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ സല്യൂട്ട് കേരള എന്നൊരു പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചത്. സല്യൂട്ട് കേരള എന്നുള്ളത് കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വളരെ വിജയകരമായി എസ്റ്റാബ്ലിഷ് ചെയ്തു അത് നടത്തിക്കൊണ്ട് പോകുന്ന കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവരെ ഓണർ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് എൻ അവാർഡ്, അവരെ ഓണർ ചെയ്യുക എന്നുള്ളതാണ്. അതും വളരെ നിഷ്പക്ഷമായിരിക്കണം.
അവരുടെ കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പ് മേടിച്ച് ഓണർ ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ വളരെ നിഷ്പക്ഷമായി ഇതിൻ്റെ നോമിനേഷൻ ഇൻവൈറ്റ് ചെയ്തു. ഏകദേശം 100 പരം നോമിനേഷൻ ഞങ്ങൾക്ക് കിട്ടി. അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറച്ച് ആളുകളാണ് ഒരു ജഡ്ജിങ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്, വളരെ ഹൈ പ്രൊഫൈൽ ജഡ്ജിങ് കമ്മിറ്റിയാണ്, 3 പേരടങ്ങുന്ന ജഡ്ജിങ് കമ്മിറ്റി ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചു. അവരാണ് ഇതിൻ്റെ സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾ 2 ടൈപ്പ് ഓഫ് ഓണറിംഗ് ആണ്. ഒന്ന് സല്യൂട്ട് ലീഡർഷിപ്പ് സല്യൂട്ട്, ഇൻമക് ലീഡർഷിപ്പ് സല്യൂട്ട്. രണ്ടാമത്തത് ഇൻമക് എക്സലൻസ് സല്യൂട്ട്. ഇത് രണ്ടും, ലീഡർഷിപ്പ് സല്യൂട്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഒരു ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി മറ്റുള്ളവരെ കൂടി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയ ഒരാളെയാണ് അതിനുവേണ്ടി സെലക്ട് ചെയ്തത്. ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫാർ. അദ്ദേഹമാണ് ആദ്യമായി കേരളത്തിൽ 100 കോടി രൂപ മുടക്കിയിട്ട്, റിസ്ക് ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടും ആത്മധൈര്യത്തോടു കൂടി വളരെ കോൺഫിഡൻസോടു കൂടി 100 കോടി രൂപ മുടക്കി. അന്ന് അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്റർ നയനാർ സാറിൻ്റെയൊക്കെ വളരെ സപ്പോർട്ടുണ്ടായിരുന്നു. മുടക്കി അവിടെ തുടങ്ങി. കാരണം അദ്ദേഹത്തോട് പലരും പറഞ്ഞു ഇവിടെ കൺവെൻഷൻ സെൻ്റർ ഒന്നും ഓടില്ല. കൺവെൻഷൻ സെൻറ്റർ, ഗൾഫാർ കൺവെൻഷൻ സെൻ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗൾഫ് കൺവെൻഷൻ സെൻ്റർ ഒന്നും കേരളത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്നതാണ്, ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പരിചയമുള്ളതുകൊണ്ട്, എൻ്റെയും കൂടെ പ്രസൻസിൽ പറഞ്ഞ പലരും ഉണ്ട്. പുള്ളി പറഞ്ഞ സാരമില്ല, ദിസ് ആൻ എക്സ്പെരിമെൻറ്റ് ഫോർ മീ ആൻഡ് ദിസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ കേരള. കാരണം അദ്ദേഹം പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ട് ഇതിനെക്കുറിച്ച് നന്നായി അറിവുള്ള ഒരാളാണ്. ഒരു കൺവെൻഷൻ സെൻറ്റർ വന്നാൽ ഒരു രാജ്യം എങ്ങനെ മാറും എന്നുള്ളതിനെക്കുറിച്ച് നന്നായി പഠിച്ചു തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ അനുഭവം. ഒരു കൺവെൻഷൻ സെൻറ്റർ വന്നപ്പോൾ അതിന് അനുബന്ധമായിട്ട് ഒരുപാട് ഹോട്ടൽസും, കാരണം അദ്ദേഹം നമ്മൾ സല്യൂട്ട് കേരളത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു 9000 ഡെലിഗേറ്റ്സിൻ്റെ ഒരു ഡോക്ടേഴ്സ് കോൺഫറൻസ് ആയിരുന്നു ആദ്യം വന്നത്. ഈ ഡോക്ടേഴ്സ് കോൺഫറൻസിൽ ഒരു 9000 പേരൊക്കെ കേരളത്തിൽ വരുമ്പോൾ ഇവരെവിടെ താമസിക്കും? വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അപ്പം നമ്മളിവർ താമസം എടുക്കുന്നത് ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പിന്നെ പരിസര പ്രദേശങ്ങൾ, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹൗസ് ബോട്ടുകളും ഇവിടെയൊക്കെയാണ് ഇവർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നത്. ഇത് കേരളത്തിൽ ഒരുപാട് പുതിയ ഹോട്ടലുകൾ വരാനുള്ള വഴി വെച്ചു. കാരണം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു കൊടുത്തത്. ഹോട്ടലുകൾ മാത്രമല്ല, അതേപോലെ ഇവർ യാത്രാ സൗകര്യങ്ങൾ നോക്കണം, ഇവരുടെ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ നോക്കണം. ഇത്തരം വ്യവസായങ്ങൾക്കൊക്കെ ഒരു തുടക്കം കുറിക്കാൻ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സഹായിച്ചു. അതാണ് ഞങ്ങൾ ലീഡർഷിപ്പ് സല്യൂട്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ 10 പേര് വീണ്ടും നമ്മുടെ ലിസ്റ്റിലുണ്ട്. അവരൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ ലിസ്റ്റ് ഓരോരുത്തരായിട്ട് ഇപ്പോൾ പറയുന്നില്ല സമയക്കുറവ് മൂലം. പക്ഷേ ഇവരൊക്കെ കേരളത്തിൽ വളരെ വിജയകരമായി വ്യവസായം സ്ഥാപിക്കുകയും അതിനേക്കാൾ വിജയകരമായി നടത്തി വരികയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെയൊക്കെ അനുഭവങ്ങൾ ആ സല്യൂട്ട് കേരളയിൽ പറഞ്ഞു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യം. കേരളം എങ്ങനെയാണെന്ന് മറ്റുള്ളവരെ ഇതിൽ പങ്കെടുക്കുന്ന അസ്പയറിംഗ് ഇൻവെസ്റ്റേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായി ഞങ്ങളെക്കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ലീഡേഴ്സും ഒരേ സ്വരത്തിൽ ഇൻമക് പോലുള്ള സംഘടനകളുടെ ആവശ്യകത എടുത്തു പറയുന്നത്. ഓണ്ടർപ്രണേഴ്സ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ്സും അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അല്ല, അതിൽ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻമെക് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഒരുപാട് നമ്മൾ വെറുതെ ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ പോരാ, ബിസിനസ് ടൈക്കോൺസ് തന്നെയാണ് എല്ലാവരും ഉള്ളത്. വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ചിന്താഗതിയോടുകൂടിയുള്ള ആളുകൾ. അവരെയൊക്കെ ഒരുമിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് എങ്ങനെയാണ്? കാരണം മുന്നത്തെ എക്സ്പീരിയൻസസ് ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ലീഡറുടെ കഴിവ് എന്താണ്? മറ്റുള്ളവരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആശയങ്ങൾക്കായിരിക്കില്ല മുൻതൂക്കം. ഒരു കളക്റ്റീവായിട്ടുള്ളൊരു ആശയമാണ് അവിടെ വരേണ്ടത്. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രൊപ്പോസൽ വന്നാൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലീഡറുടെ, ചെയർമാൻ എന്നുള്ളതൊക്കെ എൻ്റെ ഒരു സ്ഥാനത്തിൻ്റെ ആവശ്യം. അതേപോലെ ഇതുപോലുള്ള പുറത്തുള്ള കൺവെൻഷനുകളും കോൺക്ലേവുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴും നമുക്ക് എന്തുകൊണ്ട് ഇവരിങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്കണോമിക് ടൈംസ് ഈ അടുത്ത് അബുദാബിയിൽ ഒരു പ്രോഗ്രാം നടത്തി. ഞങ്ങളും അതിൻ്റെ പാർട്ട്നേഴ്സ് ആയിരുന്നു, ഇൻവെസ്റ്റ് കേരള. അപ്പോൾ ഇവരൊക്കെ ഒരു ദിവസം മാത്രം നടത്തുന്ന പ്രോഗ്രാം നമ്മളൊരു പെർമനൻറ്റ് ബോഡിയായിട്ട് ഏത് സമയത്തും നമ്മളോട് ബന്ധപ്പെട്ടാൽ എവിടെയൊക്കെ പ്രൊജക്റ്റ് ഉണ്ട്, എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട്, എന്തെല്ലാം പൊട്ടൻഷ്യൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമുക്ക് ശക്തമായ ഒരു ഓഫീസ് ഉണ്ട്, അതെല്ലാം ഒത്തിരി നല്ല വളരെ ലേൺഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, ഹൈ പ്രൊഫൈൽ മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സിൻ്റെ പ്രൊഫൈൽ നമുക്ക് എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ഓർഗനൈസേഷനും അത്തരത്തിൽ അഹങ്കരിക്കാൻ പറ്റുന്നത്. അത്രയും ടോപ്പ് നോച്ച് നമ്മുടെ ഒരു പ്രത്യേക കഴിവ് തന്നെ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ജെറ്റ് എയർലൈൻസ് വാടക കൊടുക്കുന്ന കമ്പനിയുടെ ഓണർ വരെ ഞങ്ങളുടെ മെമ്പറാണ്. ഈസ് ഫ്രം കാൽക്കട്ട. അപ്പോൾ അങ്ങനെ ഓരോ ഫീൽഡിലും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺടർപ്രണേഴ്സിന്റെ വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100-150ഓളം മെമ്പേഴ്സ് ഉണ്ട്. പുതിയ മെമ്പേഴ്സിന് നമ്മൾ ഈ പറയുന്ന പോലെ അവർക്കൊരു അവസരം ഈ ഇൻമെക്കിൽ വരാനായിട്ടുണ്ടോ? ഞങ്ങളുടെ മെമ്പർഷിപ്പ് വളരെ ആക്ച്വലി ഒരു സ്ക്രൂട്ടനൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നത്.
ഒരു മെമ്പർ സജസ്റ്റ് ചെയ്യണം, റെക്കമെൻഡേഷൻ ഒരാളുണ്ടാവണം, ബോർഡ് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം ഈ ഇപ്പോൾ ഉള്ള മെമ്പേഴ്സിനും വരുന്ന മെമ്പേഴ്സിനും എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മളിതിൽ മെമ്പറാക്കിയിട്ട് കാര്യമില്ല. അല്ലാതെ വെറുതെ ആരെങ്കിലും വിളിച്ചിട്ട് മെമ്പറാക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ മെമ്പർഷിപ്പ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് ഇപ്പോൾ ഏകദേശം ഈ വർഷാവസാനം ആകുമ്പോഴേക്കും നമ്മളൊരു 500 മെമ്പർഷിപ്പെങ്കിലും ആക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതും വളരെ വളരെ ആപ്റ്റായിട്ടുള്ള മെമ്പർഷിപ്പ് മാത്രം. പലരും ഞങ്ങളൊരു മെമ്പർഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പോലും ഒത്തിരി മെമ്പർഷിപ്പ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഇഫ് യു വാണ്ട് എ ബിസിനസ് ടു ഡെവലപ്പ്, ഇപ്പോൾ ഞാൻ കേരളത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെന്നൈയിലാണ്, ആ ചെന്നൈയിലിരിക്കുന്ന ഒരാൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ചെന്നൈയിൽ മാത്രം കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്കിലാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. ദേ ക്യാൻ കോൺടാക്ട് വിത്ത് സംബഡി ഇൻ ഒമാൻ, സംബഡി ഇൻ കുവൈറ്റ്. ഓക്കെ, അവരുടെ പ്രോഡക്റ്റുമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട്, ഇപ്പോൾ സപ്പോസ് ചിലപ്പോൾ ഒരു എക്സ്പോർട്ട് ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു മേ ബി അൻ അസോസിയേഷൻ ഓർ ഇപ്പോൾ ഇവർ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേ ബി അൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു പുതിയ പാർട്ട്ണർഷിപ്പ്, ഇതെല്ലാം പോസിബിളാണ്. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഇക്വേഷൻസിനും ഈ ഒരു ചേംബർ വഴി ഇറ്റ് ഈസ് പോസിബിൾ. അതും ചെറിയ സ്വപ്നം കാണുന്നവരല്ല, അല്ലല്ല, വലുത്. നമുക്ക് സ്വപ്നം കാണുമ്പോൾ എന്തിനാ ചെറുതാക്കുന്നത്? വലുത് തന്നെ ആവണം, വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. കാരണം 1980 അത്രയും സ്വപ്നം കണ്ടൊരു വ്യക്തി കൂടിയാണ് സാർ. കാരണം ഇതൊരു വലിയ സ്വപ്നത്തിന്റെ ആകത്തുകയാണ് എന്മക്ക്. കാരണം ഇങ്ങനൊരു നെറ്റ്വർക്ക് രൂപീകരിക്കുക എന്നുള്ളത് സാധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമാണെങ്കിലും അത് പ്രാവർത്തികമായപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ സഹായിച്ച ഒരുപാട് വ്യക്തികളും ഉണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല ഇത് മുഴുവൻ ചെയ്യുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻമക്കിൻ്റെ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആളുകൾ ഇതിലുണ്ട്. അവരെല്ലാം ഞാൻ ചേർത്ത് നിർത്തി പറയണം, ഇത് ഞങ്ങളുടെ എല്ലാം വലിയൊരു സ്വപ്നത്തിൻ്റെ ഫലമാണിത്. ഓൺടർപ്രണേഴ്സിനുള്ള ഏറ്റവും ക്വാളിറ്റി അസോസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു അസോസിയേഷൻ. അപ്പോൾ നമ്മൾ നടത്തിയ എല്ലാ മീറ്റിംഗ്സും ഞങ്ങളിപ്പോൾ ഒമാനിലും UAE-യിലും അതുപോലെ GCC കൺട്രീസിൽ പലയിടത്തും, മുംബൈ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ഓരോരുത്തരും നമ്മുടെ ആശയങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാം ഞാൻ തുറന്നൊരു ദേ ആർ റിയലി അട്രാക്റ്റഡ് ടു അസ്. കാരണം അവർക്കെല്ലാം ജോയിൻ ചെയ്താൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള നല്ലൊരു ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കളിവിടെ സല്യൂട്ട് കേരളയിൽ പങ്കെടുത്തെന്ന് പറഞ്ഞല്ലോ, ആ സല്യൂട്ട് കേരളയിൽ തന്നെ ഉള്ള പാർട്ടിസിപ്പേഷൻ നോക്കിയാൽ മതി. എൻ്റെ GCC കൺട്രീസിന് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഇന്ത്യ, റൈറ്റ് ഫ്രം ഡൽഹി, മുംബൈ, കൽക്കട്ട, ചെന്നൈ, ഫ്രം എവരിവെയർ വി ഹാഡ് റെപ്രസെൻറ്റേഷൻ. എന്നാൽ വളരെ ചെറിയ ക്രൗഡും ആയിരുന്നു. ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു പ്രൊഫൈൽ, ക്വാളിറ്റി പ്രൊഫൈൽ നോക്കിയാൽ തന്നെ അറിയാം എങ്ങനെയാണ്, ആരൊക്കെയാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ്. ഇവരുമായിട്ട് അന്ന് നടക്കുന്ന നെറ്റ്വർക്ക് പോലും, ഇപ്പോൾ ബാങ്കേഴ്സും, ഇപ്പോൾ SBI ആയിരുന്നു നമ്മുടെ അന്നത്തെ ഒരു പാർട്ട്ണർ, ഇവർ പോലും എത്രയോ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ ഒരൊറ്റ മീറ്റിങ്ങിൽ. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു എവ്രി വൺ. അങ്ങനെ ആവണം ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം. ആ നെറ്റ്വർക്കിംഗ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആ സ്ട്രെങ്തനിങ്ങിലൂടെ they can take their business into next level. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ഒമാനിലൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി നടത്തി. ഇവിടുത്തെ ഒരു കമ്പനി, കേരളത്തിലൊരു കമ്പനി ഒമാനിലെ വലിയൊരു കോർപ്പറേറ്റുമായിട്ട് ഒരു MOU ഉണ്ടാക്കിയെന്ന് അന്ന് തന്നെ സെയിം ആ വേദിയിൽ വെച്ച് തന്നെ സൈൻ ചെയ്ത ഒരു MOU ആണ്. അതായത് ഫൈബർ ഗ്ലാസ്, ഒമാൻ ഫിഷറീസിന് വലിയ പേര് കേട്ട ഒരു സ്ഥലമാണ്, ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ്. പക്ഷേ കേരളത്തിലുള്ള അത്രയും ഫിഷിംഗ് ബോട്ടുകളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവർക്ക് ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈബർ ഗ്ലാസ് ഫിഷിംഗ് ബോട്ട് ഉണ്ടാക്കാനായിട്ട് ഒമാൻ ഭവാൻ കമ്പനിയുടെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ ഒരു MOU അന്ന് തന്നെ സൈൻ ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വി ബിലീവ് ഇൻ ഡൂയിങ് സംതിങ് പ്രാക്ടിക്കലി വർക്കബിൾ. വെറുതെ വാചകമോ അല്ലെങ്കിൽ കോൺക്ലേവോ കോൺഫറൻസോ മാത്രം ഒതുക്കാതെ. ഇതിൽ ഞാൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അതായത് ബിസിനസ് തകർന്നു പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട്. സിക്ക് യൂണിറ്റ് ഞങ്ങൾ ആദ്യം അനൗൺസ് ചെയ്ത പ്രോജക്റ്റാണ് സിക്ക് യൂണിറ്റ് റിവൈവൽ. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് സിക്ക് യൂണിറ്റുകളുണ്ട്. ഒരുപാട് ആളുകൾ വ്യവസായം സ്ഥാപിച്ച് ഉണ്ടാക്കി ബുദ്ധിമുട്ടി വീടും ഉള്ള സ്വത്തും ഒക്കെ കടപ്പെടുത്തിയിട്ട് വ്യവസായം സ്ഥാപിച്ചിട്ട് അതങ്ങനെ തന്നെ നിന്നുപോയ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ. ഈ യൂണിറ്റ് അവരുണ്ടാക്കാനായിട്ട് ഇതുവരെ എത്തിക്കാനായിട്ട് ഒരുപാട് പ്രയത്നം, ഒരുപാട് ഫണ്ട് അവർ ചിലവാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു ഫലമില്ലാതെ വന്നാലോ? അവിടെയാണ് ഞങ്ങൾ നോക്കിയത് ഈ സിക്ക് യൂണിറ്റ്, അതായത് ഈ പുനരുദ്ധരിപ്പിക്കാൻ കഴിയുന്ന സിക്ക് യൂണിറ്റ് റിവൈവബിൾ ആണെങ്കിൽ ഞങ്ങളത് ഏറ്റെടുത്ത് അതിനൊരു സ്റ്റഡി നടത്തി അതിൻ്റെ ഡ്യൂ ഡിലിജൻസും എന്തെല്ലാം റീസൺ കൊണ്ടാണ് ഇത് സിക്കായത്, എന്തെല്ലാം ബാധ്യതകൾ അതിനുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ ഇത് മെച്ചപ്പെടുത്താൻ കഴിയും, അതിന് ഒരു നല്ല ഭാവി ഉണ്ടെങ്കിൽ, അങ്ങനെ ഭാവി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, ഈ സ്റ്റഡീസിൽ കാണുന്നുണ്ടെങ്കിൽ
അതൊരു ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ആക്കിയിട്ട് ഞങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വി ഹാവ് എ ഹ്യൂജ് നെറ്റ്വർക്ക്. NRIs ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ഒരുപാട് NRIs നമുക്കറിയാം പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയിരിക്കുന്ന ഒരു ധാരാളം പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ സെക്യൂരിറ്റീസിന് കൊടുക്കുകയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്, പലരും ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നല്ല യൂണിറ്റ് ആണെങ്കിൽ ഞങ്ങൾ ചേരാൻ തയ്യാറാണ്. അപ്പോൾ സെക്യൂരിറ്റി അവർക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ബാങ്ക് ലോൺ ആയിട്ടല്ല കിട്ടുന്നത്, പലിശയില്ലാതെ ഒരു നിക്ഷേപം വരികയാണ്. പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ ഇക്വിറ്റിയിലാണ് നിക്ഷേപം വരുന്നത്. നിക്ഷേപത്തോടു കൂടി തന്നെ ഈ നിക്ഷേപിക്കുന്നവർ ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ വളരെയധികം അറിവുള്ള ആളുകളായിരിക്കും, പരിചയമുള്ള ആളുകളായിരിക്കും, ഇതിൽ എക്സ്പെർട്ടായിരിക്കും. അവരുടെ ആ എക്സ്പെർട്ടൈസ് കൂടെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ സെക്യൂരിറ്റി റിവൈവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സെക്യൂരിറ്റിൻ്റെ കുറച്ച് യൂണിറ്റുകൾ ഞങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് എടുത്തു പറയണം. കാരണം ഒരു ബിസിനസ്സിനെ വളരാൻ മാത്രമല്ല, തളർന്നിരിക്കുന്ന ഒരു ബിസിനസ്സിനെ അതെ അവിടെയാണ് നമ്മളൊരു സപ്പോർട്ട് അവർക്ക് വേണ്ടത്. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം കാര്യമില്ല, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഫൈനലി അവർ ബാങ്കിലേക്ക് വിടും. ബാങ്ക് ദേ ആർ നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റഡ്. കാരണം ഒരിക്കലും ഫെയിലിയർ ആണെന്ന് പ്രൂവ് ചെയ്താണ്. അതെ, മറ്റേത് അങ്ങനെയല്ല, ഒരു പുതിയൊരു പാർട്ട്ണർ ജോയിൻ ചെയ്യണം. നമ്മുടെ പ്രപ്പോസൽ അതാണ്. അതുകൊണ്ട് വളരെ തീർച്ചയായിട്ടും പിന്നെ ഒരു പുതിയ ഇൻഡസ്ട്രി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കടമകളുണ്ട്. പുതിയ ഇൻഡസ്ട്രി വേണമെന്ന് ഉള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക്. പുതിയ ഇൻഡസ്ട്രി വേണ്ടെന്നല്ല, അതിനേക്കാൾ വളരെ ഫലപ്രദമായി എളുപ്പത്തിൽ സ്ഥാപിച്ചെടുക്കാവുന്നതാണ്. 90% എങ്കിലും ഇതിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു യൂണിറ്റിനെ 10% പുഷ് കൊണ്ട് റീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റിയും അപ്പോൾ ഉണ്ടാകുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ തീർച്ചയായിട്ടും നമ്മളൊരു കുറച്ചധികം ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്, കുറച്ചെങ്കിലും നമുക്കൊന്ന് റീആക്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു മാറ്റമായിരിക്കും കേരളത്തിന്. ഇനി കേരളത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഇത്രയും കൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കേരളം ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ മണ്ണാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ കേരളം ഇൻവെസ്റ്റ്മെന്റിന് പറ്റൂല എന്നുള്ള അഭിപ്രായം പലർക്കും ഒരുപാട് കാലം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത്, അന്ന് സെല്യൂർ കേരളയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിൽ സമരം നടന്ന കൊല്ലം വളരെ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ആണ് സമരത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സമരങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും സമരങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ഈ ഫോൾസ് പ്രൊപ്പഗാൻഡ തന്നെയാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആദ്യം മാറ്റേണ്ടത് അതാണ്. കേരളത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ഐഡിയാസ് പ്രചരിപ്പിക്കലാണ് നമ്മുടെ ഏറ്റവും ഒരു മാരകമായ ഒരു പ്രശ്നം. അത് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. രണ്ടാമത്, കേരളത്തിലെ ഉയർന്ന നിലവാരത്തിലുള്ള എല്ലാവർക്കും ഇൻഡസ്ട്രി വരണം, അതിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധമുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഷയം എന്ന് വെച്ചാൽ, താഴേക്കടയിലുള്ള ആളുകൾ അവർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കി ബിസിനസ് തുടങ്ങാൻ അനുവദിക്കാതെയോ അത് പൂട്ടിക്കുന്ന സമ്പ്രദായമുണ്ട്. അത് ഗവൺമെൻറ് ഒന്നും കൂടെ ഇടപെട്ട് അതിൽ കാര്യമായി ഇടപെട്ട് അത്തരം കാര്യങ്ങൾ നിർത്തണം, എങ്കിലേ കേരളം നന്നാവുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ കാരണം എന്തെല്ലാം ഇപ്പോൾ ഗവൺമെൻറ്റും ബ്യൂറോക്രാറ്റ്സും ഒഫീഷ്യൽസും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്ന് ഉള്ളത് ഈ ഇൻഡസ്ട്രിയലിസ്റ്റ് തന്നെ, വ്യവസായികൾ തന്നെ തുറന്നു പറയുന്നുണ്ട്. റെഡ് ടേപ്പിസം മാക്സിമം കുറക്കുക. റെഡ് ടേപ്പിസം ഉയർന്ന നിലവാരത്തിൽ ഒരിടത്തുമില്ല. പക്ഷേ താഴെ നിലവാരത്തിൽ ഒരു ചെറിയ ലൈസൻസ് പോയി കഴിഞ്ഞാൽ 2 മാസം 3 മാസം നടത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാറ്റണം. ഇപ്പോൾ K-SWIFT ഒരു പുതിയ സമ്പ്രദായം വന്നിട്ടുണ്ട്. നമ്മളൊരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് ലൈസൻസ് തുടങ്ങാനുള്ള അനുവാദം കിട്ടും എന്നുള്ളത്. പക്ഷേ ഈ അനുവാദം കിട്ടിയാലും മറ്റുള്ളവർ ഈ അനുവാദം കിട്ടുന്ന കാര്യം പോലും അറിയാത്ത താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാരും പബ്ലിക് വർക്കേഴ്സും ഉണ്ട്. അവരാണ് ഇവർ ആദ്യം തന്നെ ബോധവൽക്കരിക്കേണ്ടത്. അവരും കൂടെ ഈ ലെവലിലേക്ക് വന്നില്ലെങ്കിൽ കേരളത്തിന് ഇപ്പോഴും വലിയ ഉയർച്ച പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിന് ഇൻഡസ്ട്രിയൽ പോളിസി ഒരുപാട് മാറിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചാൽ കേരളത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് സ്ഥലലഭ്യത ഇല്ലാത്തതായിരുന്നു. ഈ സ്ഥലലഭ്യത ഇല്ലാതെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് 10 ഏക്കർ കയ്യിലുള്ള ഒരാൾക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നുള്ളൊരു അനുമതി കൊടുക്കുന്നത്. ഇൻഡസ്ട്രിയൽ പാർക്കിന് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. കുറഞ്ഞ വൈദ്യുതി ചെലവടക്കം, പല ലൈസൻസ് ഫീ ഇളവുകളടക്കം ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ഈ 10 ഏക്കറുള്ള ഒരാൾക്ക് ആ മുഴുവൻ ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ ഇൻഡസ്ട്രിയൽ പാർക്കിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അത് ഒരു പരിധിവരെ നമ്മുടെ ഈ സ്ഥലമില്ല എന്നുള്ള പരിഹാരത്തിന് വലിയൊരു പരിഹാരമാണ്, പ്രശ്നത്തിൽ വലിയൊരു പരിഹാരമാണ്. അതുപോലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ഇൻസെന്റീവ്സ് ഉണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്താത്തതിന്റെയും ഈ പറയുന്ന പോലെ താഴെക്കിടയിലുള്ള ആളുകൾക്കായിക്കോട്ടെ ഉദ്യോഗസ്ഥർക്കായിക്കോട്ടെ ആ ഒരു രീതിയിലുള്ള അവയർനെസ്സിന്റെ ഒരു അവയർനെസ്സിനും കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഈ സെല്യൂർ കേരളയിൽ ഞങ്ങൾ പ്രത്യേക സെഷൻ ഉണ്ടായിരുന്നു.
ഇൻഡസ്ട്രിയൽ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഈ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസിയെക്കുറിച്ച് ഒരു ഇലോബറേറ്റ് പ്രസൻറ്റേഷൻ നടന്നിരുന്നു. അപ്പോൾ അതിൽ പലർക്കും അറിവില്ലാത്തതും പലരും സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാത്തതായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതിൽ. ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ എന്തിനു നമ്മൾ പുറത്തേക്ക് പോകണം എന്നുള്ള ചോദ്യം ചോദിക്കാവുന്ന രീതിയിലായിരുന്നു അതിൻ്റെ പ്രശ്നം. അന്ന് ആ സമ്മേളനം കഴിഞ്ഞ വൈകുന്നേരം എന്നെ ഒരാൾ വിളിച്ചു, ഇതിൽ പങ്കെടുത്ത ഒരാൾ, സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ, ഇൻഡസ്ട്രിയൽ പോളിസിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്? നമ്മൾ ശരിയാണ്, നിങ്ങൾക്ക് ആ സൗകര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നും കൂടെ വായിച്ചു നോക്കാം, ഇതെല്ലാം ശരിയാണ്, ഇതിവിടെ നടക്കുന്നതാണ്, പിന്നെ എന്തിനാണ് നമ്മൾ ഈ കേരളം വിട്ടു പോണത്? പുള്ളി പറഞ്ഞു വെച്ചാൽ ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഒരു ഇൻവെസ്റ്ററാണ്, ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഇന്നാണ് ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് വളരെ ശരിയാണ്. നമ്മൾ നിയമം ഉണ്ടാക്കുന്നുണ്ട്, നിയമം പ്രഖ്യാപിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക് ശരിയായിട്ടുള്ള ബെനിഫിഷ്യറീസിലേക്ക് ഇത് എത്തണ്ടേ? അവിടെ വലിയൊരു ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഗ്യാപ്പ് ചുരുക്കാതെ, അല്ലെങ്കിൽ അത്യാവശ്യം കുറേ പേരെങ്കിലും ഇതിനൊരു ബോധവൽക്കരിക്കാതെ കാര്യങ്ങൾ ശരിയാവില്ല. തീർച്ചയായിട്ടും. കാരണം ഇൻമക്ക് പോലത്തെ ഒരു ഓർഗനൈസേഷൻ തന്നെ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നത്. ഞങ്ങളിപ്പോൾ 2 സ്ഥലത്ത്, ഒന്ന് ഞാൻ നേരത്തെ ചോദിച്ചു, ദുബായിൽ UAE വലിയൊരു സമ്മേളനം നടത്തിയിരുന്നു ഇൻവെസ്റ്റേഴ്സിൻ്റെ തന്നെ. അവിടെയും ഈ ഇവിടെ പ്രസന്റ് ചെയ്ത പോലെ തന്നെ അവിടെയും കംപ്ലീറ്റ് ഇതിൻ്റെ പോളിസി പ്രസന്റ് ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞു. കേരളത്തിലെ ഈ സല്യൂട്ട് കേരളയിലും ഞങ്ങളൊരു സെക്ഷനാക്കി അത് വെച്ചത്, ഞാനന്ന് മിനിസ്റ്ററോടും പറഞ്ഞിരുന്നു, ഞങ്ങൾ വി ആർ ഡൂയിങ് സം ജോബ് ഓഫ് ഗവൺമെൻറ് ഓൾസോ ഹിയർ ടു മേക്ക് അവയർനെസ് എമംഗ് ദി ഇൻഡസ്ട്രിയലിസ്റ്റ്. മിനിസ്റ്റർ അന്ന് സംസാരിച്ചപ്പോൾ കേട്ട് കാണുമല്ലോ, 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരാൾക്ക് പോലും അതിന് ഉത്തരവില്ല. ഇത് ആർക്കെങ്കിലും ഈ പോളിസിയിൽ ചേഞ്ചസ് അറിയാമെന്ന് ഒരാളും പറഞ്ഞില്ല. ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ഒരു സമ്മേളനത്തിലാണ് ചോദിക്കുന്നത്, അവരുടെ പ്രസൻസിലാണ്. കേരളത്തിലെ ഇൻഡസ്ട്രി നടത്തി കേരളത്തിനോട് അനുകൂലമായ അനുഭവമുള്ള ആളുകളാണ് കൂടുതലായിട്ട് അവിടെ ഇരുന്നിരുന്നത്. അവർക്ക് പോലും കേരളം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നികത്താതെ കേരളത്തിലെ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോളിസി ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു പോളിസി കൊണ്ട് യാതൊരു ഗുണമില്ല. പിന്നെ പണ്ട് സമരം ചെയ്തൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ ആളുകൾ അറിയുന്നു, മീഡിയാസ് എത്തിക്കുന്നു, അത് മാത്രം അതിലാണ് ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. എന്ത് സമരമാണെങ്കിലും നമ്മൾ അറിയും. കേരളത്തിൽ നടക്കുന്ന ഒരു സമരം പോലും പബ്ലിക് അറിയാതെ പോകുന്നില്ല. അന്ന് പറഞ്ഞ പോലെ വാറങ്കലിൽ ഒരു ഫാക്ടറി MD കൊലപ്പെടുത്തിയിട്ട് പോലും നമ്മളിവിടെ ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. അപ്പോൾ പലയിടത്തും നടക്കുന്ന ഒരുപാട് അക്രമങ്ങളുണ്ട്, പക്ഷെ കേരളത്തിൽ ചെറിയൊരു അക്രമം നടന്നാലും പോലും അത് പലരും പറയും. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇൻമക്കിന് ഇതുപോലത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ, കാരണം ഒരു ഓൺടർപ്രണർ ആവുക എന്ന് മാത്രമല്ല, ഒരുപാട് ഓൺടർപ്രണേഴ്സിനെയും കൂടെ കൂട്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക, എസ്പെഷ്യലി ഒരു നാടിനെ തന്നെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ, ലോകത്തെ തന്നെ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും സഹകരണം എപ്പോഴും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.